ഇതുപോലെയുള്ള ടൂറിസ്റ്റ് ബസ്സുകളുടെ ടയർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നേരെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ തന്നെ നമുക്ക് മുന്നിലത്തെ ടയർ തുടങ്ങാം. ഇത് രണ്ടും മുന്നിലത്തെ ടയറാണ്. അതേപോലെ ഇത് രണ്ടും ബാക്കിലത്തെ ടയറുകളാണ്. ബാക്കിലത്തെ ടയർ വീൽ കപ്പ് നമ്മൾ ചെയ്തതാണ്. പിന്നെ അതേപോലെ മുമ്പത്തെ ടയർ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമുക്ക് എൻ്റെ ഈ ഒരു ഗ്രിപ്പ് തന്നെ തുടങ്ങാം. ഗ്രിപ്പ് എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കത്തിയോട്ടം കൊണ്ട് ഇങ്ങനെ അവിടെ അമർത്തിയതിന് ശേഷം എടുത്ത് അങ്ങനെ ആക്കിയാൽ ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാക്കിയാന്ന്. ഒരു കത്തിയാണത്. ഇതിന് 10 രൂപയാണ്. ഇതിന് കൊണ്ട് നമുക്ക് 4 ഷീറ്റ് മുറിക്കാനാണ് ഉപയോഗം. പക്ഷേ നമ്മൾ ഇതിനെ കൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രിപ്പും ചെയ്തിട്ടുള്ളത്. ഒരു ഗ്രിപ്പ് ഇങ്ങനെ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ട്. അതേപോലെ തന്നെയാണ് എല്ലാ ടയറിൻ്റെയും ഗ്രിപ്പ് ചെയ്തത്. ഇതേപോലെ വീഡിയോ കാണുന്നത് പോലെ. അങ്ങനെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വീൽ കപ്പ്, മുന്നിലത്തെ വീൽ കപ്പ് എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു 4 ഷീറ്റ് ഇതേ അളവിൽ മുറിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ വക്കത്ത്, അതായത് അതിൻ്റെ അരികു ഭാഗത്തൊക്കെ നന്നായിട്ട് ഫിനിഷിങ് ചെയ്തതാണ് അതിന് മേലെ ചെറിയൊരു റൗണ്ട് പോലെ ആക്കിയിട്ട് അതിന് മേലെ ഒട്ടിച്ചു. അങ്ങനെയാണ് ഇതാക്കി. പിന്നെ കറുപ്പ് കൊത്ത് നമ്മൾ ഡിസൈൻ ചെയ്തതാണ്. അങ്ങനെയാണ് മുമ്പത്തെ എൻ്റെ വീൽ കപ്പ് ഉണ്ടാക്കിയത്. ഇതും അതേപോലെ തന്നെ ചെയ്തു. മുമ്പത്തെ 2 ടയറിൻ്റെ. ഇനി ബാക്കിലത്തെ ടയറിൻ്റെയാണ് പറയുന്നത്. ബാക്കിലത്തേൻ്റെ അതേപോലെ തന്നെയാണ്. പിന്നെ വീൽ കപ്പ് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ വീഡിയോ കാണുന്നതിനെ പോലെ തന്നെ നമ്മൾ വരച്ചെടുത്തു. അതിനുശേഷം ആ വരച്ച് കട്ട് ചെയ്യേണ്ട ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്തു. അത്ര തന്നെ. എന്നുവെച്ചാൽ നമ്മളവിടെ ഫിറ്റ് ചെയ്തു. വേഗം കഴിയുന്നൊരു പണിയാണ്. പിന്നെ അതിൻ്റെ റൗണ്ട് ആക്കിയതിൻ്റെ ആടെയൊക്കെ നല്ല ഫിനിഷിങ് വേണ്ട ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സാൻഡ് പേപ്പർ കൊണ്ട് നല്ലോണം ഫിനിഷിങ് ചെയ്യണം. ഇത്രയാണുള്ളൂ ഈ ഒരു ടയർ മേക്കിംഗ് വീഡിയോ. അതുപോലെ ബാക്ക് 2 ടയറാണ് വരുന്നത്. അത് നമ്മൾ എക്സ്ട്രാ ആടാന്ന് വെച്ചാൽ മതി. ഇതേപോലെ തന്നെ പക്ഷേ അതിന് വീൽ കപ്പ് വേണ്ട. അങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യും, ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക.